ഗുഡ് മോർണിംഗ്. ഓഗസ്റ്റ് 25. നിഫ്റ്റിയുടെ ചാർട്ടിലുള്ള അനാലിസിസാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. മൾട്ടി ടൈം ഫ്രെയിം ഉപയോഗിച്ച് ട്രെൻഡ് ലൈൻ വരച്ചായിരിക്കും നമ്മൾ അനലൈസ് ചെയ്ത് നാളത്തെ ട്രേഡ് എങ്ങനെയാണ് എടുക്കണം എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹയർ ലോകളെ കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ വരച്ച് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പ് ട്രെൻഡാണ്. പ്രീവിയസ് ഹൈയെ മാർക്ക് ചെയ്ത് വെച്ചു. അത് ഇതേവരെ ബ്രേക്ക് ആയിട്ടില്ല 1 ഡേ ടൈം ഫ്രെയിമിൽ. അതിനുശേഷം നമ്മൾ 30 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് പോകും. 30 മിനിറ്റ്സിലും നമ്മൾ എന്താണ് നടക്കുന്നതെന്ന് ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കി നമ്മൾ ചാർട്ടിനെ അനലൈസ് ചെയ്ത് കണ്ടീഷൻസ് മനസ്സിലാക്കി വെക്കും. 30 മിനിറ്റ്സ് ചാർട്ടിൽ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണും ട്രെൻഡും അനലൈസ് ചെയ്യുമ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് നമുക്ക് കാണാനായി സാധിക്കും. ഡൗൺ ട്രെൻഡിനെ ലോവർ ഹൈസ് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കും. അതിനുശേഷം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോവർ ഹൈയെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും. ഈ മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ചാണ്. ട്രെൻഡ് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ടോ എന്നറിയാനാണ് നമ്മൾ ഈ ലൈൻ പ്രത്യേകമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. 30 മിനിറ്റ്സിലെ പ്രീവിയസ് ഡേ ലോയും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും. ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 പ്രൈസ് പോയിൻ്റുകൾ കിട്ടും. ആദ്യത്തെ പോയിൻ്റായ 24,952 24,869 2 പോയിൻ്റുകൾ. ഇതിന് ശേഷം 5 മിനിറ്റ് ക്യാൻഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വരച്ച ലൈനിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് പ്രീവിയസ് ഡേയിൽ ട്രേഡിംഗ് നടന്നിട്ടുള്ളത്. ഈ 2 പ്രൈസ് പോയിൻ്റുകളാണ് നമ്മളുടെ നാളെ ട്രേഡിംഗ് റെഫറൻസ്. മുകളിലത്തെ ലൈൻ ബ്രേക്ക് ചെയ്താൽ ഒരു അപ്പ് മൂവ്മെൻറ്റും താഴത്തെ ലൈൻ ബ്രേക്ക് ചെയ്താൽ ഒരു ഡൗൺ മൂവ്മെൻറ്റും പ്രതീക്ഷിക്കാം. ഈ പ്രൈസ് പോയിൻ്റുകൾ റെഫറൻസായി വെച്ച് പിവറ്റ് പോയിൻ്റിൻ്റെ സഹായത്തോടെ ആയിരിക്കും ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാവുന്നതാണ്.